എയർ കണ്ടീഷണർ അഥവാ AC നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അല്ലേ? AC-യിലിരിക്കാനും ഒന്ന് തണുക്കാനും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല. എന്തായാലും AC-യുമായി ബന്ധപ്പെട്ട് താപനിലയിൽ വന്നിരിക്കുന്ന നിയന്ത്രണങ്ങളും ഇതിനകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നിയന്ത്രണം നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും, അതിനെക്കുറിച്ച് നമുക്കൊന്നറിയാം. ഇപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ കൂടുതലുള്ളത്? നിലവിൽ ഇതിനെ സംബന്ധിച്ചിട്ട് അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഈ AC ഉപയോഗിക്കുമ്പോഴുള്ള എനർജി കൺസപ്ഷൻ അതിൻ്റെ കണക്കുകൾ പറയുന്നത് 1 ഡിഗ്രി ടെമ്പറേച്ചർ വ്യത്യാസത്തിൽ 6% എനർജി കൺസപ്ഷനാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഗ്രീൻ എൻവയോൺമെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ എമിഷൻസിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും കൂടാതെ പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ 24 ഡിഗ്രിയാണ്. നമ്മൾ പലപ്പോഴും AC ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, AC ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ വരുന്നത് ഏത് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് ഓഫാക്കിയാലും 24 ആണ് വരുന്നത്. സോ അതൊരു നമ്മുടെ ഒരു ബോഡിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ടെമ്പറേച്ചർ ആണെന്നാണ് പഠനം പറയുന്നത്, തെളിയിച്ചിട്ടുള്ള പഠനമാണ്. പിന്നെ അതിൽ ഡീമെറിറ്റ് വരുന്നത്, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഏറ്റവും അതിൻ്റെ റിസൾട്ട് അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷനോടുകൂടി കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ AC-യിൽ വരുന്ന ഒരുപാട് മോഡുകൾ, ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. അതിൽ വരുന്ന മോഡുകളാണ് ടർബോ കൂളിംഗ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടുതലുള്ള സമയത്ത്, ഈവൻ നമ്മൾക്കൊരു ഫംഗ്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ബെഡ്റൂമിൽ കുറച്ച് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തണുക്കണം, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി അതിൽ യൂസ് ചെയ്യാൻ എത്രമാത്രം പ്രായോഗികത ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് 18 ഡിഗ്രി ടെമ്പറേച്ചറിൽ AC ഉപയോഗിക്കുന്ന ആൾ അത് 20 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 12% നമുക്ക് എനർജി കൺസപ്ഷൻ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, ഒരു വ്യതിയാനം എന്ന് പറയുന്നത്. എല്ലാവരും പെട്ടെന്ന് ഒരു ചൂടെടുത്ത് വരുമ്പോൾ പെട്ടെന്ന് തണുക്കണമെന്ന് പറഞ്ഞാണ് നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു പെട്ടെന്ന് കിട്ടേണ്ട ആശ്വാസം ഒരു കുറച്ച് സമയമെടുക്കും. എന്തായാലും നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി കുറച്ചൊക്കെ തണുപ്പ് കുറഞ്ഞാലും പ്രശ്നമില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷ് CP-ക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.